ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ രാവിലെ ഞാൻ പുട്ടും ബീഫും ഒക്കെ കഴിച്ചു. പിന്നെ ഇതാ എൻ്റെ ഇത് പർദ്ദയാണേ. പർദ്ദയൊക്കെ ഇട്ട് ഞാനൊരിടം വരെ പോവുകയാണ്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ സിസ്റ്ററുടെ കല്യാണം കൂടാൻ പോവുകയാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെയാണ് നമുക്ക് വണ്ടി വിട്ട് തന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാ ടീച്ചേഴ്സും ആൻറ്റിമാരും ഒക്കെ സ്കൂളിലെത്തി. അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്നും കല്യാണ ഹാളിലേക്ക് പോവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്കിങ്ങനെ കുറേ നാൾ കൂടുമ്പോഴാണ് നമ്മൾ ഈ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത പ്രിൻസിപ്പൽ സാറിൻ്റെ സിസ്റ്ററുടെ കല്യാണം കൂടാനായിട്ട് പോയപ്പോൾ നമുക്ക് വീണ്ടും അങ്ങനൊരു അവസരം നമുക്കവിടെ ഒത്തുകിട്ടുകയായിരുന്നു. അപ്പോൾ പോയ വഴിക്ക് നമ്മൾ കുറേ പേര് സ്കൂളിൽ വന്നു. പിന്നെ കുറച്ച് പേര് നമ്മൾ വഴിയിൽ നിന്നൊക്കെ ഇങ്ങനെ കയറ്റി പോവുകയാണ്. പോകുന്ന വഴിയിലൊക്കെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെയും കൂടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പോവുകയാണ്. ഇത് ഷെമിന ടീച്ചറിൻ്റെ മോനാണ് കേട്ടോ. 2 കുഞ്ഞുങ്ങളിൽ ഇളയ ആളിനെയും കൂടെ ടീച്ചർ കൊണ്ടുവന്നു. അതിന് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ മുമ്പ് പോയത് ഓർമ്മയില്ലേ, മാമിൻ്റെ മോളുടെ കല്യാണ റിസപ്ഷന് വേണ്ടി നമ്മൾ പോയത് ഓർമ്മയില്ലേ എന്നൊക്കെ. അന്ന് നമുക്ക് സ്കൂളിൽ നിന്ന് ബസ്സാണ് വിട്ടു തന്നത്. അന്ന് നമ്മൾ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ടീച്ചേഴ്സും പിന്നെ 2 ആൻറ്റിമാരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കല്യാണ ഹാളിലെത്തിക്കഴിഞ്ഞപ്പോഴും നമുക്ക് കുറേ ചിരിക്കാനുള്ള വകയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ കുടിക്കാനായിട്ട് അവിടെ നിൽക്കുകയാണേ. ആ സമയവും കുറേ ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല നിമിഷങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുറേ ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചുമൊക്കെ തന്നെയാണ് നമ്മൾ ആ കല്യാണം കൂടിയത്. അതായത് സുജ ടീച്ചറും മോളുമാണ്, ശ്രീയയും. അത് കഴിഞ്ഞ് ആതിര ടീച്ചർ കാശിമോനെയും കൊണ്ടാണ് വന്നത്. അപ്പോൾ അവനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ മടിയിലിരിക്കുന്നത് കൊണ്ട് അവരെയൊക്കെ കൊണ്ടുവന്നു. നമ്മൾ ബാക്കി ടീച്ചേഴ്സൊന്നും പിന്നെ അങ്ങനെ കുട്ടികളെയൊന്നും കൊണ്ടുവന്നില്ല. കാരണം വണ്ടിയിൽ ചിലപ്പോൾ സ്ഥലം കിട്ടിയില്ലെങ്കിലോ അങ്ങനെ. ഞാൻ സത്യത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതുപോലെ ഈ എഡിറ്റ് ചെയ്യുമ്പോഴായാലും വോയിസ് കൊടുക്കുമ്പോഴായാലും ഒക്കെ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ മിന്നി മഞ്ഞുകൊണ്ടിരിക്കുന്നത് മുമ്പ് നമ്മുടെ മുൻ പ്രിൻസിപ്പളായ റോഷിനി മാമിൻ്റെ മോളുടെ കല്യാണ റിസപ്ഷന് പോയതൊക്കെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ വീഡിയോ ഇപ്പോഴും എൻ്റെ ഈ ചാനലിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്നത് കൊണ്ട് 2 ഗുണങ്ങളാണ്. ഒന്നെന്ന് വെച്ചാൽ എനിക്കൊരു കണ്ടൻറ്റാണ്, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ പിന്നെ ഒരെണ്ണം എന്ന് വെച്ചാൽ നമുക്കിത് എന്നും ഓർമ്മിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ട് അവിടെ കിടക്കും. കാലങ്ങൾക്കിപ്പുറം നമ്മൾ ബാക്കിലോട്ട് ഒന്ന് നോക്കുമല്ലേ, അങ്ങനെ കണ്ണോടിക്കുമ്പോൾ നമ്മളുടെ കൂടെ യാത്ര ചെയ്തിരുന്ന, അല്ലെങ്കിൽ ജീവിതമെന്ന ആ ഒരു തോണിയിൽ യാത്ര ചെയ്തിരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് മിസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ എന്നെന്നും അവിടെ കിടക്കുമല്ലോ. ഇപ്പോൾ മൊബൈലിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫോണൊക്കെ ചീത്തയാകുമ്പോൾ അതങ്ങ് പോകും. പക്ഷേ യൂട്യൂബിൽ ഇട്ടിരുന്നാൽ അത് അവിടെ കിടക്കും. എപ്പോൾ വേണോ നമുക്ക് എടുത്ത് കയറി നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ ഗുണങ്ങളും കൂടി ഉണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിൽ ഇടുന്നത് കൊണ്ട്. അപ്പോൾ എനിക്ക് മാത്രമല്ല, എന്നെ അറിയുന്നവർക്കും എൻ്റെ കൂടെയുള്ളവർക്കും എല്ലാവർക്കും ഇപ്പോൾ ഞാനിട്ട വീഡിയോയിൽ ഏതെങ്കിലുമൊക്കെ ഒരു സംഭവം ആ ഒരു ദിവസം ഇങ്ങനെ ആലോചിക്കുമ്പോൾ കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും കയറി കാണാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നല്ല കാര്യങ്ങളും കൂടി, നല്ല വശങ്ങളും കൂടി ഉണ്ട് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിന്നിൽ. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇവരൊക്കെ പുതിയ ടീച്ചേഴ്സാണ് കേട്ടോ. ദീപ്തി ടീച്ചർ, ജസീറ ടീച്ചർ ഒക്കെ പുതിയ ടീച്ചർമാരാണ്. പിന്നെ ഇത് നമ്മുടെ ആതിര ടീച്ചർ, മോൻ കാശി, പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ടീച്ചേഴ്സ്, നസീമ ടീച്ചർ, സജീല ടീച്ചർ, ഷാജില ടീച്ചർ, സുജ ടീച്ചർ, അങ്ങനെ നമ്മൾ എല്ലാ ടീച്ചേഴ്സും. പിന്നെ ഈ ലാസ്റ്റ് കണ്ട ഫോട്ടോയിൽ കണ്ടില്ലേ, അത് നമ്മുടെ പ്രിൻസിപ്പൽ സാറും വൈഫുമാണ്. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവരും ചേർന്ന് നല്ലൊരു ഡേ ആയിരുന്നു. ഒരുപാട് സന്തോഷം. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കണ്ടോ, അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെ ഒരു യാത്ര നമുക്കൊന്ന് സംഘടിപ്പിക്കണം, ഒരു 1 ഡേ ടൂർ എന്നൊക്കെ. ഇൻഷാ അല്ലാ ഇതുപോലുള്ള ഒത്തുകൂടലുകളും യാത്രകളും സന്തോഷങ്ങളും ഒക്കെ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ദുആ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.